ഹായ്. അങ്ങനെ നമ്മുടെ ചൈനീസ് ബോൾസ് എല്ലാം പൂവിട്ട് തുടങ്ങി കേട്ടോ. അപ്പം കൊണ്ടുവച്ചിട്ട് കുറച്ച് നാളായേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ എല്ലാത്തിലും തന്നെ പൂ വന്നു. കുറേ എൻ്റെ കയ്യിലില്ലാത്ത കളക്ഷൻസൊക്കെ എനിക്ക് പൂവൊക്കെ വിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണെന്ന്. അങ്ങനെ കുറേ എന്താ പറയുക, ഒരു വയലറ്റും ലൈറ്റ് പിങ്കും അങ്ങനെയുള്ള കുറേ ചിലതിലൊക്കെ മുട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ കേട്ടോ. നന്നായിട്ട് മുട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഇപ്പം അത് കുറച്ചുകൂടി വിരിയാനൊക്കെ തുടങ്ങി നിൽക്കുന്നതുകൊണ്ട് കാണാൻ എന്നും രാവിലെ വന്ന് നോക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇതാണ്. പിന്നെ ഇപ്പം വെയിലൊക്കെ ആയതുകൊണ്ട് നന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊരു വെള്ളപ്പൂവാട്ടോ. ഇതിൻ്റെ ഇലയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ആ പൂവിനേക്കാളും. കാരണം അതിൻ്റെ ഇലയ്ക്ക് ഒരു ഭയങ്കര ഒരു ബ്രൈറ്റ്നസ് ഉണ്ട്. ഇതിൻ്റെ ഇലയിൽ വേറെ ഷെയ്ഡ്സ് ആട്ടോ. അപ്പം എൻ്റെ ചൈനീസ് ബോൾസിലെല്ലാം തന്നെ ഒരുമാതിരിയെല്ലാം മുട്ടായി. ചിലതെല്ലാം നന്നായിട്ട് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലതിൽ പൂവ് ആയി, ചിലത് ഒന്ന് രണ്ട് പൂവൊക്കെ വന്നു കൊഴിഞ്ഞു പോയി എന്നുള്ളൂ. അപ്പം ഞാനതിനെ പുതിയൊരു ഒരു ഗാർഡന് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് പൈപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴയ പുതിയതായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് മേടിച്ചൊരു ഓർക്കിഡാണ്. അതിനകത്തും പൂവൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ഓർക്കിഡും തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പെറ്റൂണിയ നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നന്നായിട്ട് നല്ല കരുത്തിലായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അതിനെ ഗാർഡൻ ഒന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് നമ്മുടെ ഒരു കമ്പി സ്റ്റാൻഡ് ഉണ്ടാക്കി അതിനകത്തേക്ക് എൻ്റെ എല്ലാ ചൈനീസ് ബോൾസിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇതൊരു വേറെ ഒരു ബോഗൺവില്ലയാണ്. ഇത് 2 ഡബിൾ ഷെയ്ഡാട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ചും ഉണ്ട്, ഒരു പിങ്കും ഉണ്ട്. നല്ല രസമാണ് അതിങ്ങനെ പൂത്ത് ഇങ്ങനെ തളർത്ത് നിൽക്കുമ്പോൾ. കുറേ പൂവുണ്ടായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.